ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കപ്പ പുഴുക്ക്. അതിനായിട്ട് ഇതേ കപ്പ അല്ലെങ്കിൽ മരച്ചീനി ഇല്ല, അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ആദ്യം ഈ കപ്പ കുറച്ച് തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് എടുക്കണം. ഓക്കെ, അതിനായിട്ട് ഞാൻ കുറച്ച് ടെർമറിക് പൗഡറും കുറച്ച് സാൾട്ടും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കും. ഓക്കെ, വേവിച്ച് ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് അരച്ച് വെക്കണം. അപ്പോഴത്തേന് ഇത് 1 കിലോ കപ്പ ഉണ്ട്, അതുകൊണ്ട് ഞാൻ 1.5 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 കഷ്ണം ഗാർലിക്ക്, പിന്നെ കുറച്ച് പച്ചമുളക്, അത് എരിവ് അനുസരിച്ചിട്ട് ഓരോരുത്തരിടുക. മേ ബി 10 പച്ചമുളക് വേണ്ടവരും. പിന്നെ കുറച്ച് കറി ലീഫ്. പിന്നെ ഈ അരയ്ക്കുമ്പം അരപ്പ് നമ്മൾ തേങ്ങ അരയ്ക്കത്തില്ല, അതിനകത്ത് ഇടാൻ 2 ടീസ്പൂൺ ക്യുമിൻ പൗഡറും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി 1/4 ടീസ്പൂൺ, പിന്നെ 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡൂടെ ഇട്ടൊന്ന് അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി ഇടണം. 2 കഷ്ണം മുളക് നമുക്ക് ഇതിൻ്റെ കൂടെ അരയ്ക്കാം, ബാക്കി നമുക്ക് സ്ലിറ്റ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ വെളുത്തുള്ളി, ഈ തേങ്ങയും ഈ പൊടിയെല്ലാം കൂടെ ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം. അപ്പോഴത്തേനും നമുക്ക് ഈ കപ്പ വേവിച്ച് വെക്കണം. ഓക്കെ, പിന്നെ ആവശ്യത്തിന് സാൾട്ട് വേണം. പിന്നെ അവസാനം കുറച്ച് വെളിച്ചെണ്ണ, ഈ കറി ലീഫ് ഇട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് വെളിച്ചെണ്ണ എടുത്താൽ അടിപൊളിയായിട്ടുള്ളൊരു കപ്പപ്പുഴുക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പം ഞാൻ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ഓൾറെഡി ഉണ്ടത് ബോയിൽ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കപ്പ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ആ തിളച്ച വെള്ളത്തിലോട്ട് ഞാനിപ്പം കപ്പ ഇട്ട് കൊടുത്തു. ഓക്കെ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, ഒന്ന് അടച്ച് വെക്കാം. കുക്ക് ചെയ്ത് വന്നിട്ട് നമുക്കത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോഴത്തേനും നമുക്ക് അരച്ചിട്ട് വരാം. ഇതേ കപ്പ അവിടെ കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയും ഇട്ടൊന്ന് അരച്ചെടുക്കാം. നിങ്ങൾ അരയ്ക്കുമ്പോൾ ആദ്യം ഗാർലിക്കും ക്യുമിൻ സീഡ് എടുത്തിരിക്കുന്ന ക്യുമിൻ സീഡും കുറച്ച് തേങ്ങ നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ഇതേ അപ്പം ക്യുമിൻ സീഡും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടിങ്ങ് അരഞ്ഞ് വരും. ഓക്കെ, നമുക്ക് പിന്നെ ബാക്കിയുള്ളതെല്ലാം അരച്ചെടുക്കാം. ഇനി അരയ്ക്കുന്ന തേങ്ങ ഒത്തിരി അരയണമെന്നില്ല കേട്ടോ. പിന്നെ അരയ്ക്കുന്ന തേങ്ങ ഇതേപോലെ അരച്ചെടുത്താൽ മതി കേട്ടോ, ഒത്തിരി അരിഞ്ഞു പോവില്ല. ഓക്കെ, ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ട് വേഗത്തിൽ വേവുന്ന കപ്പ കേട്ടോ. നമുക്ക് ഇത് ഓൾറെഡി വെന്ത് വന്നു നന്നായിട്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം ഡ്രെയിൻ ചെയ്തെടുക്കാൻ പോവാം. ഇതിനകത്തിട്ട് ഡ്രെയിൻ ചെയ്തെടുത്ത് കേട്ടോ. ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്ക് അരപ്പിട്ടിട്ട് ഉണ്ടോ ഉടഞ്ഞ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അരച്ചരിച്ചിട്ട് അടുത്ത് മിക്സ് ചെയ്യാം. നമുക്ക് മിക്സ് ചെയ്യാം അതിനകത്തോട്ട്. കപ്പ ഓൾറെഡി വെന്തിരിക്കുകയാണല്ലോ. ഇത് ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ അരപ്പൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കിത് ഈ അരപ്പില്ലേ അരച്ച് വെച്ചിരുന്ന അരപ്പ് നമുക്കിട്ട് ആഡ് ചെയ്യാം. മിക്സ് ചെയ്തെടുക്കുക. പച്ചമുളകില്ല, 3 ഞാൻ ഇതിൻ്റെ കൂടെ അരച്ചു, ബാക്കി സ്ലിറ്റ് ചെയ്ത് ഇട്ടേക്കാം. നമുക്കിനി ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചാൽ മതി ഇതിനെ. ഓക്കെ, അടച്ച് വെച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് പിടിച്ച് വരും. 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് അപ്പോൾ ഈ അരപ്പും കപ്പയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരട്ടെ. ഓക്കെ, അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറി ലീഫും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് എടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഒരു 5 മിനിറ്റ്സ് മതി കേട്ടോ ഇത് അടച്ച് വെച്ചേക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കറി ലീഫ് ഇട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ താളിച്ചെടുക്കാം. ദാറ്റ്സ് ഓൾ. കറി ലീഫ് ഇട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് അടിപൊളിയായിട്ടുള്ള കപ്പപ്പുഴുക്കില്ലേ, ഇതങ്ങനെ കറി ലീഫ് ഇട്ട് വെളിച്ചെണ്ണ താളിച്ച് കഴിയുമ്പം നമ്മുടെ കപ്പപ്പുഴുക്ക് റെഡി. ഇനിയിപ്പം ടെസ്റ്റിംഗ് ടൈമായി. ഞാനൊരു സെർവിങ് ബൗളിലോട്ടൊക്കെ മാറ്റട്ടൊക്കെ, എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊരു സെർവിങ് ബൗളിലോട്ടൊക്കെ മാറ്റി ഇനിയിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് ഇപ്പോൾ കപ്പ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുക. വെന്തിട്ടൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, അടിപൊളി. ഈ മീൻ കറിയും ഈ കപ്പയും കൂടെ ഒന്ന് വെച്ച് കഴിച്ച് നോക്കാം, അടിപൊളിയായിരിക്കും. ഓക്കെ, നന്നായിട്ടുണ്ട്. നല്ല കപ്പയും നല്ല ടേസ്റ്റുള്ള ഈ റെസിപ്പി ശരിക്കും ഒത്തിരി ഇങ്ങനെ ഉടഞ്ഞു പോകുന്ന
കപ്പപ്പുഴുക്കല്ല കേട്ടോ, ഇങ്ങനെ കഷ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഉള്ളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെന്തിട്ടും നല്ല യമ്മി ആയിട്ടുള്ള കപ്പപ്പുഴുക്ക. ഓക്കെ, ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കും, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. ചില പുഴുക്കൊക്കെ ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകില്ല, അങ്ങനത്തെ അല്ല കേട്ടോ, ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒന്ന് വേവിച്ചിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് പിന്നെ ഇതിനകത്ത് അരപ്പിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റ്സ് ഒന്ന് ആകുമ്പോഴത്തേന് ഇതേപോലെ അടിപൊളി കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാം. അപ്പം നല്ലൊരു കപ്പപ്പുഴുക്കിൻ്റെ റെസിപ്പി ഇതൊക്കെ ഇപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാം, അടിപൊളി റെസിപ്പിയാണ്. എസ്പെഷ്യലി ഈ ഫിഷ് കറിയുടെ കൂടെ കഴിക്കുമ്പോൾ നന്നായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ കപ്പപ്പുഴുക്കും എൻ്റെ ഈ ഫിഷ് കറി റെസിപ്പി ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക, രണ്ടും കൂടെ കഴിച്ച് നോക്കുക, അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പം ഇനി വേറെ റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.